കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മൾ പുതിയ മന്ത്രിസഭ രൂപീകരണത്തെക്കുറിച്ച് ചർച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ ദീർഘമായി അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ജോലി ആളിനെ കിട്ടാനില്ല എന്നുള്ളതാണ്. കാരണം ഈ നമ്മുടെ ബംഗാളികളെന്ന് വിളിക്കുന്നാലും മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഈ ഭായിമാരെല്ലാം കൂടെ അവരുടെ നാട്ടിലേക്ക് വരാൻ തിരിച്ചു വരുന്നില്ല. ഇപ്പോൾ ഈ നമ്മുടെ അവിടെ പ്രധാനമായിട്ടും വരുന്നതിൽ ബംഗാളികൾ എന്നുള്ള ഒരു ഇപ്പം മലയാളികളെ മദ്രാസികൾ മദ്രാസ് എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യക്കാർ വിളിക്കുന്ന പോലെ ബംഗാളികൾ എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ ബംഗാളികൾ മാത്രമല്ലല്ലോ. നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളതാരാ? ഒറീസ, ബീഹാർ, ഛത്തീസ്ഗഡ്, ആസാം, എന്തിന് യു പിയിലുള്ളവർ വരെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതുപോലെ ജാർഖണ്ഡ്, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വരുന്നുണ്ട്. നേപ്പാളികളും ഉണ്ട്. അതെ. അപ്പൊ ഈ ബംഗ്ലാദേശികളാണ് കൂടുതൽ. ഈ ബംഗാളി എന്ന് പറഞ്ഞവരെല്ലാം ബംഗ്ലാദേശികളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബംഗാൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭൂരിഭാഗം ആൾക്കാർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഈ സർക്കാർ മാറിയാൽ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞ് പോയ കുറെ പേരുണ്ട്. ജീവിക്കാവുന്ന ഒരവസ്ഥയിലേക്ക്. കാരണം മമതാ സർക്കാർ മാറുന്നതോടെ അവിടെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും, BJP സർക്കാർ വന്നാൽ ഞങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ള ഉറപ്പിൽ പോയ ആൾക്കാരുണ്ട്. ഈ കൂട്ടത്തിൽ പോയ അവിടെ വോട്ടുള്ള ബംഗ്ലാദേശികളും കാണും. SIR വന്ന് വോട്ട് പോയ കാര്യം ഇവന്മാർ അറിഞ്ഞിട്ടില്ല. അവിടെ ചെന്നപ്പോഴേ എല്ലാത്തിനെയും കൂടും കുടുക്കി എടുത്ത് പറഞ്ഞു പിടിപ്പിച്ചും കാണും, ഇല്ലേ? ഉറപ്പല്ലേ അത് അവിടെ ചെന്നപ്പോഴേ. അതിനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ശരി, നമുക്കിപ്പം കേരളത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി പാചകവാതക വിലവർദ്ധനവ്, പാചകവാതകത്തിൻ്റെ സിലിണ്ടർ കിട്ടുന്നതിൽ ക്ഷാമം, അതിനൊപ്പം തന്നെ തൊഴിലാളികളുടെ ക്ഷാമം. ഇത് കൺസ്ട്രക്ഷൻ മേഖലയെ അതിരൂക്ഷമായി ബാധിച്ചു എന്നാണ് എൻ്റെ ആ മേഖലയെ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞത്. കാരണം പണി കാണാൻ കിട്ടാനില്ല അവർക്ക്. പണിയെല്ലാം നിർത്തി വെച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. മഴക്കാലം വരാൻ പോവുകയാണ്. മഴക്കാലത്ത് നടക്കുകയില്ല. അപ്പോൾ ഇവർ വരുമോ ഇല്ലയോ? ഇവർക്ക് അങ്ങോട്ട് ട്രെയിൻ ടിക്കറ്റ് അയച്ചു കൊടുത്തു, ചെറുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തു പോലും പറയപ്പെടുന്നുണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ വേണ്ടി കർഷക കമ്പനികൾ. എന്നിട്ടും ആരും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇനി നാട്ടിൽ എന്തെങ്കിലും ചെറിയ പണിയൊക്കെ ചെയ്ത് ജീവിക്കാം. മാത്രമല്ല അവിടെ CPM ഒക്കെ പാർട്ടി ഓഫീസ് വീണ്ടും തുറക്കാൻ പോകുന്നു BJP അതോടുകൂടി ഇവരെല്ലാം അങ്ങ് പോയി. ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ സെക്രട്ടറി അടക്കം തിരിച്ചു പോയി കാണും. ഇനി അവിടെ ചെന്ന് പാർട്ടി ഓഫീസ് തുറന്ന് പാർട്ടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്നായിരിക്കും കരുതുന്നത്. എന്താണെങ്കിലും നമ്മുടെ ഈ മാനവ വിഭവശേഷി, മാൻ പവർ എന്ന് പറയുന്ന സംഭവം ഇപ്പം ഈ നമ്മുടെ നിർമ്മാണ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടിട നിർമ്മാണ മേഖലയാണല്ലോ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. അതിനൊപ്പം തന്നെ നമ്മുടെ പിന്നെ ഹൈവേയുടെ നിർമ്മാണവും ഇവരാണ് കൂടുതലും. ഹൈവേയുടെ നിർമ്മാണം തടസ്സപ്പെട്ടു. ഹൈവേ നിർമ്മാണത്തിൽ ഇവരായിരുന്നു മൊത്തം. UP, ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അതെല്ലാം നിന്നു. അത്ര തെങ്ങായിട്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയി തെങ്ങ് കയറാൻ പറഞ്ഞത് ഈ പറഞ്ഞ കക്ഷികളാണ്. സൈക്കിളിൽ അവർ തെങ്ങ് കയറുന്ന എക്യുപ്മെന്റ് അല്ല, അതൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് അവരിങ്ങനെ അവർ എല്ലായിടത്തും നടക്കും. തേങ്ങ വെട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. തേങ്ങ വെട്ടാനും വകുപ്പില്ലാതെ ഇവിടെ ആർക്ക് തേങ്ങ വെട്ടാൻ അറിയാൻ? എല്ലായിടത്തും ഉണ്ടല്ലോ. അതായത് ഈ ഇറച്ചി വെട്ടുന്ന അവന്മാരാ പ്രധാനമായിട്ടും. കശാപ്പുകാരായിട്ട് മാറിയിരിക്കുന്ന ഇവരാണ്. പിന്നെ ഒരു മേഖല ഹോട്ടൽ വ്യവസായം. ഹോട്ടലിൽ പൊറോട്ടാടി മുതൽ സപ്ലൈ വരെ അവന്മാരാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു മേഖലയെന്ന് പറഞ്ഞാൽ ഈ ഫാം ഹൗസുകളുണ്ടല്ലോ, ഫാമുകൾ. ഈ ഫാമുകൾ, അതായത് പശു ഫാമുകളുണ്ട്. ഈ പശു ഫാമുകൾ ഉള്ളവരുടെ എല്ലാം ഈ ജോലിക്കാരെന്ന് പറയുന്ന ഈ ബംഗാളികൾ. അവരാണ് പശുവിനെ കുളിപ്പിക്കുന്നതും പശുവിനെ മേയാൻ കൊണ്ടുപോകുന്നതും പശുവിന് പുല്ലറുത്തു കൊണ്ടുവരുന്നതും അതുപോലെ കറക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഇവർ തന്നെയാണ്. പിന്നെയുള്ള ഒരു മേഖലയെന്ന് പറയുന്നത് ഈ ഞങ്ങളവിടെയൊക്കെ ആണെങ്കിൽ ബംഗാളികളെ നമുക്ക് എന്ന് വിളിച്ചോണ്ട് ഈ ചന്തയെ കൊണ്ട് വിൽക്കാൻ നിർത്തിയേക്കുന്നത് രാവിലെ വന്ന് ജംഗ്ഷനുകളിൽ ഇങ്ങനെ നിൽക്കും. തിരുവനന്തപുരത്തുണ്ട് കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെ ഭാഗമുണ്ട്, കോട്ടയുടെ ഭാഗം. രാവിലെ നിറഞ്ഞേക്കും. നമുക്ക് പണിയുണ്ട്, വരാമെന്ന് അവരിഞ്ഞ് പോരും. അവർ വന്ന് പണി ചെയ്തിട്ട് പോകും. പിന്നെ ഇതിനകത്തൊക്കെ രസമുണ്ട്. ഞാനൊരിക്കൽ ബംഗാളി പോയപ്പോൾ 2013, ഒരു 13 വർഷം അന്ന് ആ ഒരു സമയത്തൊക്കെ ഇവിടെ ബംഗാളികളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകും. അപ്പോൾ ഞാൻ ബംഗാളി പോയിട്ട് ഞങ്ങൾ ഈ മാൾഡ എന്ന് പറയുന്ന സ്ഥലത്ത്, മാൾഡയിൽ ഞങ്ങളിങ്ങനെ ഒരു വിജനമായ സ്ഥലത്ത് കൂടി ഞങ്ങളിങ്ങനെ മലയാളം പറഞ്ഞ് ഞങ്ങൾ കുറേ പേര് പോകുമ്പോൾ ഒരാൾ അപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. ഒരാൾ അപ്പുറത്ത് നിന്ന് സേട്ടാ സേട്ടാ എവിടെ പോവാ സേട്ടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്തം വിട്ടു. ഇത് ആരാടാ ഇത്? സേട്ടാ കേരളത്തിൽ നിന്ന് വന്നതല്ലേ സേട്ടാ? സേട്ടാ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സേട്ടാന്ന്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എവിടെ? ഞങ്ങൾ പെരുമ്പാവൂർ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇതല്ല എൻ്റെ പറമ്പാണ്. വലിയ പറമ്പ്.
ഒരു 2-3 ഏക്കർ വയലാണ്, ഇതെല്ലാം അയാളുടെയാണെന്ന്. പിന്നെ അപ്പം നമ്മൾ അയാളുമായിട്ട് വിശദമായിട്ട് സംസാരിച്ചു. അയാളെന്തോ അയാളുടെ കീഴിലുണ്ട് 30 ജോലിക്കാർ. ഇയാളുടെ പണി എന്തോ, ഇയാൾ ഇവിടെ വന്ന് കെട്ടിടം പണിക്ക് ഇരിക്കുന്ന ആൾ, അയാളുടെ കീഴിൽ. കാരണം അവിടെ വസ്തുവിന് വിലക്കുറവാണ്, കൂലി കുറവാണ്, വസ്തുവിന് വിലക്കുറവാണ്, അരിക്ക് വിലക്കുറവാണ്. അന്ന് നമ്മുടെ ഇവിടെ ഈ അരിക്കാണ്ട് 25-30 രൂപ വിലയുള്ള സമയം 4 രൂപയുള്ള അവിടെ അരിക്കും. അവിടുത്തെ പച്ചക്കറിക്ക് വിലക്കുറവാണ്, എല്ലാ സാധനത്തിനും അവിടെ വിലക്കുറവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് അവൻ ഇങ്ങോട്ട്, അവന് കേരളത്തിലാണ് ചെലവ്. അതെ അതെ അതെ. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന പൈസയ്ക്ക് അവൻ കേരളത്തിൽ 1 മാസം താമസിക്കുന്ന പൈസ കൊണ്ട് അവൻ്റെ കുടുംബത്തിന് ഇവിടെ 1 കൊല്ലം കഴിയാം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥ ഇങ്ങോട്ട് ഒഴുകി മാത്രമല്ല, അവരവിടെ വലിയ മുതലാളിമാരായിട്ട് മാറി. അതുപോലെ പണ്ട് നമ്മുടെ നാട്ടിൽ കെട്ടിടം പണിക്ക് ആദ്യ കാലങ്ങളിൽ വരുന്നത് തമിഴന്മാരായിരുന്നു. അവരെല്ലാം ഇവിടുന്ന് പോയത് എങ്ങനെയാണ്? അവരുടെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു. ചിലർ ഇവിടെ തന്നെ മലയാളികളായിട്ടുള്ള യുവതികളെ വിവാഹം കഴിച്ചു ഇവിടെ തന്നെ കൂടി അവർ ഇതാക്കി വെച്ചു. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് അവരിവിടുന്ന് ഈ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ കെട്ടിടം പണിക്ക് വരുന്ന തമിഴന്മാരുടെ മാത്രമല്ല, നമ്മളെ വീട്ടിൽ കുട്ടിക്കാലത്ത് ഫിഷയ്ക്ക് വരുന്നതൊക്കെ തമിഴന്മാരാണ്. അവരെന്ത് ചെയ്തു? അവരിതുപോലെ പിന്നെ ഇവിടെ വന്നു ജോലി ചെയ്ത് അവരുടെ നാട്ടിൽ ഏക്കർ കണക്കിന് തോട്ടം വാങ്ങിച്ചു. എന്നിട്ട് അവരങ്ങോട്ട് തിരിച്ചു പോയി, അവരും അവിടെ ജോലിക്കാരായി. ഈ കൂട്ടത്തിലുണ്ടായ ജോലിക്കാരെ എല്ലാം അവർ ഈ തോട്ടങ്ങളിലേക്കും കൊണ്ടുപോയി. അങ്ങനെ ആ ഒരു ഇപ്പൊ എനിക്ക് വന്ന് ഈ ബംഗാളിൽ നിന്ന് വന്ന മിക്ക ആൾക്കാരും അവിടുത്തെ കോടീശ്വരന്മാരാണ്. എന്തായാലും കേരളത്തിൽ ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. കാരണം എല്ലാ മേഖലകളെ ഇത് ബാധിക്കുന്നു. ഹോട്ടലാണെങ്കിലും കൺസ്ട്രക്ഷൻ മേഖലയാണെങ്കിലും നമുക്ക് തെങ്ങേറ്റത്തിനാണെങ്കിലും എല്ലാത്തിനും നമ്മുടെ നിത്യജീവിതത്തെ കേരളത്തിൻ്റെ നിത്യജീവിതത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം എന്താ? കാരണം അവരുടെ ജീവിത നിലവാരം അവിടെ മെച്ചപ്പെട്ടിരിക്കും ആണ്. ഇവിടുന്ന് മാത്രമല്ല, നമ്മൾ വൈകുന്നേരത്തൊക്കെ ATM CDM അതുള്ള പോകണമെങ്കിൽ അവിടെ എല്ലാം ഇവർ നിരന്നിരിക്കുന്നതാണ്. അന്നന്ന് കിട്ടുന്ന പൈസ അപ്പം തന്നെ വീട്ടിൽ കുടുംബത്തിന്, ഭാര്യയ്ക്ക്, മക്കൾക്കൊക്കെ എല്ലാവരും അയച്ചു കൊടുക്കുകയാണ്, അക്കൗണ്ടിൽ അയക്കുകയാണ് അവർ. അപ്പോൾ അങ്ങനെ അവർ അവിടെ നല്ലൊരു സാമ്പത്തിക സ്ഥിതിയെ കെട്ടിപ്പടുത്ത് സ്വസ്ഥമായി പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കുന്നത് പോലെ തിരികെ അവിടെ പോയി അങ്ങ് ജീവിക്കുകയാണ് അവർ. നമ്മൾ കുടുങ്ങി. അതാണ് നമ്മൾ കുടുങ്ങി എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനും അടിക്കടി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സിമെന്റ്, അതുപോലെ കമ്പിക്കൊക്കെ ഭയങ്കരമായിട്ട് വില കൂടുക. ഈ യുദ്ധം നമ്മളെ ബാധിച്ചിരിക്കുന്ന പല മേഖലകളിലൂടെയാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുന്നു, ഇതിൻ്റെ ഉൽപ്പാദനം കുറയുന്നു, അപ്പോൾ അത് കിട്ടാതെ വരുന്നു, അപ്പോൾ ആ സാധനത്തിന് വില കൂടുന്നു. അങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു വിലക്കയറ്റം ഈ മേഖലകൾ, നിർമ്മാണ മേഖലകളിലെയും ബാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ബംഗാളികളെ കിട്ടുന്നത്. മലയാളികളെ വിളിച്ചാൽ ഒറ്റയൊരുത്തം പോകില്ല. പണി ഇതായിട്ട് നിന്നാന്ന് പറഞ്ഞാലും അവർ ചെല്ലത്തില്ല. വളരെ കുറച്ച് ആൾക്കാരല്ലേ മലയാളികൾ ഈ മേഖല. ഞങ്ങളുടെ വീട്ടിൽ പ്ലംബിങ്ങിന് പണിക്ക് വിളിച്ചപ്പോൾ പ്രധാനപ്പെട്ട ആളുടെ സഹായിയിട്ട് വന്ന ആൾ ആസാംകാരനാണ്. അയാൾ മലയാളം പറയുന്നുണ്ട്. അയാൾ കുറേ വർഷമായിരുന്നു ഇവിടെ വന്നിട്ട്. പുള്ളി പക്ഷേ വോട്ട് ചെയ്യാൻ പോയിരുന്നു. ആസാമിൽ വോട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല, വോട്ട് ചെയ്യാൻ പോയിരുന്നു എന്ന് പറഞ്ഞു. അവരെല്ലാം BJP-കാരാണ്. BJP മറ്റേ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആരാധകനാണ് പുള്ളി. അയാൾ വോട്ട് ചെയ്ത് വന്നതാണ്. അതാ പറഞ്ഞ ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടുന്ന് വന്ന ആൾക്കാർ മൊത്തം പോയി. ഇവർ പോകുമ്പോൾ നമ്മൾ 2 മാസം മുമ്പേ വാർത്ത കൊടുത്തു, മായിമാർ കൂട്ടത്തോടെ നാട് വിടുന്നു, അവർ വോട്ടിന് പോയിട്ട് തിരിച്ചു വരത്തില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അതെ, അവിടെ വീണ്ടും ഭരണം രീതിയെ തുടരുമെന്നാണല്ലോ പൊതുവെ എല്ലാവരും കരുതിയിരുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ അവർക്ക് നല്ല കാലം വന്നുവെങ്കിലും നമ്മൾ മലയാളികൾക്ക് സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ മേഖലകളെയും ഈ ഭായിമാരുടെയും മടങ്ങിപ്പോക്ക് ഗുരുതരമായി ബാധിച്ചു. മടങ്ങി വരുമോ ഇല്ലയോ എന്നുള്ളത്. അല്ല, പെട്രോൾ പമ്പുകളിലും ഉണ്ട്. ഒരുപാട് പെട്രോൾ പമ്പുകളിൽ ഇവർ ജോലിക്കാരെ. ഇവരില്ലാത്ത ഏരിയ ഇല്ല. നമ്മൾ എവിടെ മുടി വെട്ടുന്നവർ മുടിവിട്ടുന്നുണ്ട്. ഈ ബ്യൂട്ടി പാർലർ ഇട്ടിട്ടുണ്ടല്ലോ, ഈ വലിയ വലിയ യൂണിസെക്സ് സലൂൺസ്. അതിലെല്ലാം ഈ ഒന്നുകിൽ നേപ്പാളികളല്ലേ, ബംഗാളികൾ, ബീഹാറികൾ, അവരാണ് അവിടെ വന്ന് ഇത് മുടി വയ്ക്കാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ബംഗാളികളുണ്ട്. അപ്പോൾ അവർ തിരിച്ചു പോയതോടെയാണ് ഇവിടുത്തെ ഒരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്.